ശിവ കഴിച്ചോളാ. എടാ നിക്കണം, നിനക്കെന്തോ ഭക്ഷണം കണ്ടപ്പോ ഭ്രാന്തായ? അവര് വരട്ടെ. അവരൊക്കെ വന്നോളൂ, നമുക്ക് കഴിച്ചോളാം. കാടി എന്തോ കഴിക്കാൻ പോകുന്ന? ഓ എടാ ചേട്ടൻ വന്നിട്ട് കഴിക്കാടാ. ചേട്ടനുള്ള നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് കഴിക്കാം. അല്ല അത് വേണ്ട, ചേട്ടൻ വരട്ടെ എന്നിട്ട് കഴിക്കാം. ആദ്യം നമ്മളിപ്പോ മീൽസിൽ കഴിക്കാൻ പോകുന്നത്. ഓ ഒരു പൊതി പൊട്ടിച്ചാൽ മതി കേട്ടാ, എന്നിട്ട് ഒരെണ്ണം മാറ്റി വെക്ക്. വൈകുന്നേരം നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് വൈകുന്നേരം. ശരി ചേച്ചി, ആദ്യം ഒരെണ്ണം കഴിക്കിട്ട്. കഷ്ടമല്ലേ. ആ ഫുഡ് ഒന്ന് എന്നിട്ട് എന്ത് ബഹളം എന്തോടെ? താങ്കൾ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ആ ഞാനേ ഫോൺ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. സംസാരിച്ച് പാറമട വരെ എത്തിയടേ. ഫുഡ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഫോൺ വിളിച്ചായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ പാറമട മീൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇത്ര വലിയ വരാലൊക്കെ. അപ്പൊ എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, അതാണ് ഞാൻ കേൾക്കാണ്ടിരുന്നത്. അതൊക്കെ വിട് ചേട്ടാ. എല്ലാം കൂടെ 3150 രൂപയായിരുന്നു. ടിപ്പും കൂടെ ചേർത്ത് 3200 അയാൾക്ക് കൊടുത്തോണ്ട്. 3200 രൂപ അല്ലേ? നാളെ മുതൽ ഇത്രയും നീ പൈസ ചെലവാക്കണ്ട ഫുഡിന്. നാളെ മുതൽ? അപ്പൊ ഇന്ന് നിന്റെ മകളുടെ ചെലവായിരുന്നില്ലേ? എന്റെ മക്കളുടെ ചെലവാ? ചേട്ടാ ചുമ്മാ തമാശ കളിക്കാൻ മര്യാദക്ക് എന്റെ കാശ് തന്നോളും. അല്ലെങ്കിൽ വേണ്ട എന്റെ അക്കൗണ്ട് ഇട്ടാ മതി. അക്കൗണ്ടിൽ എന്തിടാ? എന്റെ 5 പൈസ ഇല്ല. ചേട്ടാ ചുമ്മാ തമാശ കളിക്കും. ചേട്ടല്ലേ പറഞ്ഞ കാശ് നോക്കണ്ടൊക്കെ നോക്കിക്കൊണ്ട ഓർഡർ ചെയ്തോന്ന്. എടി മിണ്ടാണ്ടിരുന്നു. എടി നിന്നെ ഈ ജോലിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? അടുക്കള പണിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? ചേട്ടാ ചുമ്മാ കളിക്കാതെ മര്യാദക്ക് എന്റെ കാശ് തന്നോളണം. ഇവൾക്ക് എന്താടാ പറഞ്ഞാ മനസ്സിലാവില്ലേ? ചേട്ടാ എന്റെ 3200 ഏട്ടാ പോയത്. ചേട്ടാ ചുമ്മാ തമാശ കളിക്കരുത് കേട്ടാ. ഇത് പകൽക്കൊള്ളയാ, പകൽക്കൊള്ളയാ. കേട്ടാടാ ഈ മനസ്സാക്ഷി ഇല്ലാത്തവളെ. 3 നേരത്തെ ഫുഡിന് ഞാൻ 2 നേരത്തിന് ഫുഡുള്ള പൈസ നിന്നെ കൊണ്ട് എടുപ്പിച്ചോളൂ. രാവിലത്തെ ഫുഡ് ഒഴിവാക്കിയില്ലേ? ഇല്ലേ? അപ്പൊ രാവിലെ ഫുഡ് ഉണ്ടാക്കി തന്നതാ ചേട്ടാ? വേറെ ആരെങ്കിലും ദോശ മതി ഞാൻ ഉണ്ടാക്കി തന്നത്. സ്ത്രീകളെ കഷ്ടപ്പാടുന്ന വിമോചന സമരം ചെയ്യാൻ വന്ന മഹാൻ കള്ളൻ. മര്യാദക്ക് എന്റെ കാശ് തന്നോട്ടെ, അല്ലെങ്കിൽ സ്വഭാവം മാറും. ഇവ എന്തോന്നടി പറയണേ കേശുവേ? എടി നിനക്ക് ഫുഡ് മിണ്ടാണ്ടിരുന്ന ഫുഡൊക്കെ അങ്ങ് തിന്ന് നിർത്താ പോരെ? പണി എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്റെ ഐഡിയ അല്ലേ? എടി മര്യാദക്ക് അടിക്കടി. ഇവിടുന്ന് മുങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ എനിക്ക് പണി തരാനായിരിക്കുന്നു. ഉടനെ ഇവൻ 50 ടിപ്പും കൊടുത്തേക്കുന്നു. നിന്റെ കയ്യിൽ ആരെങ്കിലും പൈസ എടുത്ത് തന്നേക്കണം കൊടുത്ത് കൊടുക്കാൻ. ചേച്ചി എന്തോന്ന് ചേച്ചി ഒരുമാതിരി എച്ചി കണക്ക് പറയുന്നത്? 50 വിട കേശു. ലച്ച് എന്നും തറ ലച്ചു തന്നെ. എന്താന്നടി? അല്ലെങ്കിൽ സാധനങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം, അത് കണ്ട് ആസ്വദിച്ച് പിള്ളേർ സന്തോഷിച്ചല്ലോ എന്ന് പറഞ്ഞ് നീ മിണ്ടാണ്ടിരുന്ന് കഴിക്കാണ്ട് എച്ച് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. കൈകടി വേണമെങ്കിൽ പ്രായത്തിന് മൂത്തൊന്നും ഞാൻ നോക്കൂല. 2 തന്നേണ്ടല്ലോ. ഞാൻ നിന്ന് മേടിക്കും. കാരണം നീ അത്ര നല്ല കാര്യമാണെന്ന് ചെയ്തത്. യു ആർ വെരി ഗുഡ് ഗേൾ. ഓക്കെ ചേട്ടാ മിണ്ടാതിരുന്നോട്ടെ, എന്റെ കൺട്രോള് പോയി നിൽക്കുക. എന്റെ അമ്മ എന്റെ 3200 പോയി. ചേച്ചി കരയാതിരി. കരഞ്ഞാ പോയ സമയം തിരിച്ചു വരുമല്ലോ. ഇപ്പത് വേഗം കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എല്ലാവരും കഴിച്ചു തീർക്കും. പിന്നെ വലിയ നഷ്ടമായിരിക്കും അത്. ദൈവമേ എന്റെ ഫുഡ് മാറി നിൽക്ക്. എല്ലാം കൂടെ ഒന്ന് തിന്നണ നോക്കി ആർത്തി പണ്ടാരം. ഇന്ന് ഞാൻ തിന്ന് ചാവും. എത്ര വന്നാലും കുഴപ്പമൊന്നുമില്ല. പ്ലേറ്റ് വേണ്ടേ? ചിരിക്കാതെ തിന്നാ പൊട്ടാ. എന്താ കഴിക്കുമ്പോ പരാതി പറയാതെ കഴിക്കൂ. മേത്ത് പിടിക്കട്ടെ വല്ലതും. 200 രൂപയ്ക്ക് അങ്ങനെ മഴയ്ക്ക് ഫുഡ് മഴയ്ക്ക് തോന്നാം. പ്ലേറ്റ് കാണാ.